കേരളത്തിന്റെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കാൻ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് തൃശൂരിൽ വൻ സ്വീകരണം. സന്ദേശയാത്രയുടെ ഭാഗമായി ഹിന്ദു നേതൃസമ്മേളനവും സനാതന ധർമ്മ സമ്മേളനവും നടന്നു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായി കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ധർമ്മ സന്ദേശയാത്ര തൃശൂരിലെത്തിയത്. മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. സന്ദേശയാത്രയുടെ ഭാഗമായി തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ ഹിന്ദു നേതൃസമ്മേളനവും നടന്നു. തുടർന്ന് വൈകിട്ട് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന സനാതനധർമ്മ സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ധർമ്മ സന്ദേശയാത്രയിലൂടെ ഹിന്ദു സമാജത്തിന് ലഭിക്കേണ്ട വ്യക്തമായ ദിശാദർശനം ലഭിച്ചുവെന്ന് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും ധർമ്മ സന്ദേശയാത്രയുടെ രക്ഷാധികാരിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. പരമപൂജ്യ ഭൂമാനന്ദ തീർത്ഥസ്വാമികൾ സംബന്ധിക്കുക മാത്രമല്ല, ഹിന്ദു സമാജത്തിന് ഇന്ന് ലഭിക്കേണ്ടുന്ന വ്യക്തമായ ദിശാദർശനം നൽകി കഴിഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ഈ ധർമ്മ സന്ദേശയാത്ര ഒരു മാറ്റത്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഹിന്ദു സമാജത്തിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇതിനൊരു പ്രതിവിധിയാണ്, അതിനൊരു ഉണർത്തുപാട്ടായിട്ടാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ തീരുമാനിച്ചിട്ട് ഇവിടം വരെ നമ്മൾ സാക്ഷാത്കരിച്ചെത്തിയിരിക്കുന്നു. മാതാമൃതാനന്ദമയി മഠം തൃശൂർ മഠാധിപതി സ്വാമി അമൃതഗീതാനന്ദപുരി, മാതാമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ, സ്വാമി ഭൂമാനന്ദ തീർത്ഥ, സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ, സ്വാമി ദേവചൈതന്യാനന്ദ, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ തുടങ്ങിയവർ സംബന്ധിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.